വരുന്നു. നിലമ്പൂരിലെ മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവറിന്റെ വീട്ടിൽ ED-യുടെ റെയ്ഡ് നടക്കുകയാണ്. ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും ED-യുടെ പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസം വിജിലൻസും PV അൻവറിന്റെ മലപ്പുറം ഒതായിലെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. അരമണിക്കൂറായി അവിടെ റെയ്ഡ് തുടങ്ങിയിട്ട്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്നും ചേരുകയാണ്. ഗോകുൽ, PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ് നടത്തുന്നത് ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ? വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. 7 മണിയോട് കൂടിയിട്ടാണ് PV അൻവറിന്റെ വീട്ടിലേക്ക്, ഒതായിലെ വീട്ടിലേക്ക് ED സംഘം എത്തുന്നത്. അരമണിക്കൂറായി ഇപ്പോൾ പരിശോധന തുടരുകയാണ്. എന്താണ് റെയ്ഡ് നടത്തുന്നതിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല. ഗേറ്റൊക്കെ പൂട്ടിയതിനു ശേഷമാണ് ഈ വീട്ടിനകത്തേക്ക് റെയ്ഡ് നടത്തുന്നത്. പുറമേ നിന്ന് ഒരു ആക്സസ് അതിലേക്കില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ PV അൻവറിന്റെ പല വീട്ടിലും പാർക്കിലും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ഒരുപാട് നാളുകളായിട്ട് PV അൻവറിന്റെ വീട്ടിലും പാർക്കിലും PV അൻവറിന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പരിശോധന പല സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതാൻ. ഈ നേരത്തെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ KFC-യിൽ നിന്നൊരു 12 കോടിയോളം രൂപ PV അൻവർ വായ്പയായി എടുത്തിരുന്നു. ഈ വായ്പയെടുത്ത പണം തിരികെ അടക്കാൻ PV അൻവറിന് സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയായിരുന്നു നേരത്തെ വിജിലൻസ് സംഘം നടത്തിയിരുന്നത്. 12 കോടിയായിരുന്നു വായ്പ എടുത്തിരുന്നത്. ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിച്ചായിരുന്നു PV അൻവർ ആ വായ്പ എടുത്തത് എന്ന വിവരമായിരുന്നു ആ ഘട്ടത്തിൽ ലഭ്യമായിരുന്നത്. അത് പലിശ ഉൾപ്പെടെ 22 കോടിയോളം ഒക്കെ തിരിച്ചടയ്ക്കാനുള്ള ഒരു ഘട്ടമെത്തിയിരുന്നു. PV അൻവർ പണം തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നായിരുന്നു ആ ഘട്ടത്തിൽ വിജിലൻസ് പരിശോധന നടത്തിയത്. എന്നാൽ ഇപ്പോൾ അതിന്റെ പേരിലാണോ പരിശോധന നടത്തുന്നത് എന്ന വിവരങ്ങൾ ലഭ്യമല്ല. നേരത്തെ പലതരത്തിലുള്ള കക്കാടംപൊയിലെ PV അൻവറിന്റെ പാർക്കിൽ ഉൾപ്പെടെ പരിശോധന നടത്തിയിരുന്നു. അനുമതിയില്ലാതെയാണ് അവിടെ പാർക്ക് നിർമ്മിച്ചത്. പരിസ്ഥിതിയുടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നതിനെ സംബന്ധിച്ച പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും കാര്യങ്ങളും ഒക്കെ തുടരുമ്പോഴാണ് ഇപ്പോൾ ED സംഘം എത്തിയിരിക്കുന്നത്. ED സംഘം എന്തൊരു തരത്തിലുള്ള പരിശോധനയാണ് അവിടെ നടത്തുന്നത്, ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്തു കാര്യങ്ങൾ അന്വേഷിക്കാനാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ അല്പസമയത്തിനകം ശേഷം മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 45 മിനിറ്റിലധികമായി ED സംഘം ഒതായിലെ വീട്ടിലും ഈ പറഞ്ഞ പോലെ ഡ്രൈവർ PV അൻവറിന്റെ ഡ്രൈവർ സിയാദിന്റെ വീട്ടിലുമൊക്കെയാണ് പരിശോധന നടത്തുന്നത്. നമ്മൾ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഫോണിൽ ഉൾപ്പെടെ PV അൻവർ ബന്ധപ്പെടാൻ അല്ലെങ്കിൽ ഫോൺ എടുക്കാനോ പ്രതികരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. വരും മണിക്കൂറിൽ തന്നെ PV അൻവർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം നമുക്ക് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ഗോകുൽ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.